everyone, welcome back to my another video. ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പം ഒരുപാട് നാളുകളായിട്ടോ ബോട്ടോക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസത്തിൻ്റെ അടുത്തായിട്ട് 4 മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് 4 മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പം ബോട്ടോക്സ് ചെയ്തിട്ട്. അപ്പോൾ ഒരുവിധം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ എൻ്റെ ഹെയറിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു വെച്ച ഹെയർ വളർന്നേക്കുന്നത് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ഹെയർ പോലെയാണ്. അതുപോലെ തന്നെ ഹെയറിൽ നിന്ന് കുറേയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ പണ്ടത്തെ ഹെയർ നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെയൊന്നല്ല, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വൃത്തിയില്ലാത്ത കണ്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ വേവ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചുളുക്കുകളുണ്ട് കണ്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് ഞാനിപ്പോൾ ഹെയർ ഇത്തിരിയെങ്കിലും സിൽക്കി ആയിട്ട് കിടക്കുന്നത് നമ്മുടെ ഹെയർ പാക്ക് എഗ് ബനാന ഹെയർ പാക്കിൻ്റെ വീഡിയോ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. 2 ദിവസമല്ല, ഇന്നലെയോ മിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മിഞ്ഞാന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്തതാണ് കേട്ടോ. അന്ന് എഗ് പാക്ക് ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തതാണ്. പിന്നെ ഇന്നാണ് ഞാൻ ഈ ഹെയർ വാഷ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് വാഷ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെയും എൻ്റെ ഈ ചാനലിനെയും കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് വ്ളോഗ്സ് ബൈ റെമി എന്നാണ്. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റൊക്കെ അറിയിക്കുക. ആരും വീഡിയോ കാണുന്നതല്ലാണ്ട് കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം തന്നെ ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സംഗതി ഹെയർ പാക്കും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസത്തിലോട്ട് കിടക്കുമ്പോൾ ഇപ്പോൾ ഹെയറിന് ഒരു വിധമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയ നമ്മുടെ ഹെയറൊക്കെ വളർന്നിട്ടുണ്ട്. എൻ്റെ കുറേ ഹെയറൊക്കെ വളർന്നിട്ടുണ്ട്. ഞാൻ പിപ്പിരി പോലെ ഇരിക്കുന്ന കണ്ടതൊക്കെ മനസ്സിലാവും, വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോയി റീടച്ച് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, അപ്പോൾ ഇതുപോലെ എൻ്റെ പോലെ തന്നെ ബോട്ടോക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കെരാട്ടിനൊക്കെ ചെയ്തിട്ട് ഹെയറിൽ നിന്ന് കുറച്ചൊക്കെ പോയവരാണ് നിങ്ങളെങ്കിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയുണ്ട്, ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ. അറിയുന്നവരായിരിക്കാം ഒരുപാട് പേര്, ഞാൻ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പം ആക്ച്വലി എനിക്ക് ഈ സംഭവം അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഹെയർ വാഷ് വരാതെ അങ്ങനെ കിടന്നോളും. എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത് ഇങ്ങനെ അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിടന്നോളും. എൻ്റെ വിചാരം ഇതിപ്പോൾ ബോട്ടോക്സ് ചെയ്തതല്ലേ, ഇനിയിപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടി പോകാവോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പിന്നെ അങ്ങനെ കിടന്നോളുന്ന. പിന്നെ ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടാ. അന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യല്ല, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകണം, മുടി ഇങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് ഇട്ട് പോകണം എന്നുണ്ടെങ്കിലാണ് ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പോണിറ്റെയിലൊക്കെ കിട്ടുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേബി ഹെയർ വളർന്നിടത്ത് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ അയൺ ചെയ്യുന്ന പോലെ ഫുൾ ഹെയർ അയൺ ചെയ്യും. ഫുൾ ഹെയർ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്ന് ചെയ്ത് കഴിയും, കാരണം ഓൾറെഡി ചെയ്തതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ ഹെയറിൽ അയൺ ചെയ്യുകയാണെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അയണിങ് മെഷീൻ വെച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം തന്നെ നിൽക്കാറുണ്ട്. നോർമലി അയൺ ചെയ്യുന്ന മെഷീൻ വെച്ചൊക്കെ ആകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വയർക്കുമ്പോൾ സ്വെറ്റ് ആകുമ്പോൾ പോവും. ഇതങ്ങനെ ഇല്ല കേട്ടോ. ഇത് ഇപ്പോൾ 2 ദിവസം 3 ദിവസം തല കുളിച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി കുളിക്കാത്ത ഈ ഹെയറിലാണ് ഞാൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഷാമ്പു കണ്ടീഷണറൊക്കെ ഞാൻ വാഷ് ചെയ്യുമ്പോൾ ഇടാറുണ്ട്. ഇപ്പം ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഇടണമെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ട്രീറ്റ് ചെയ്ത ഹെയർ ആയ കാരണം അതിൻ്റെ ഷാമ്പു കണ്ടീഷണറും ഒക്കെയാണ് ക്യൂആർഡിയുടെ ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ കണ്ടീഷണർ ഇട്ടിട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, കാരണം 2 ദിവസം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇടാണ്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ഹെയർ, ഇപ്പോൾ നിങ്ങളുടെ ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് ഒരു 5 മാസമൊക്കെ ആയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ടൊക്കെ ഒരു 50% പോയി എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഹെയർ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ചെറിയൊരു വേവ്നെസ് പോലെയൊക്കെ വരുള്ളൂ, പക്ഷേ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടാലോ. നിങ്ങൾക്ക് എൻ്റെ തല കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമുക്ക്
എങ്ങനെയാണ് ഞാൻ ഹെയർ അയൺ ചെയ്യണമെന്ന് കാണിക്കാം. ഇതേപോലെ ഹെയർ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വാഷ് ഒരു 3 ദിവസം വരെ ഹെയർ ഇതേപോലെ തന്നെ നമുക്ക് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഹെയർ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അതുപോലെ നിൽക്കൂട്ടാ. ഏത് ഫംഗ്ഷനും വേണമെങ്കിലും പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡീടാങ്കിൾ ചെയ്യണം. ഡീടാങ്കിൾ ചെയ്യാൻ അങ്ങനെ ചെട പിടിക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് 50% ഹെയറിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും കണ്ട എൻ്റെ റിയൽ ഹെയറും ഇതും തമ്മിൽ നല്ലോണം മാറ്റമുണ്ട്. എൻ്റെ കാപ്പിരി പിപ്പിരി പോലത്തെ മുടിയായിരുന്നല്ലോ. ചെട അങ്ങനെ പിടിക്കാറില്ല. പിന്നെ ഇത് ചെയ്തതിന് ശേഷം ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോർമലി ഉണ്ടാവുന്ന ഒരു ഹെയർ ഫോൾ തന്നെ എനിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് ബോട്ടോക്സ് ഇതിൻ്റെ ഹെയർ ഫോൾ കൂടി നല്ല എനിക്ക് കുറഞ്ഞ പോലെ തോന്നാറുണ്ട്. എന്നാലും കുറേശ്ശെ പോവും. അത് ഒരു ബേസിക് കാര്യമാണ്. ഒരു റീസൈക്ലിംഗ് പോലെയാണ്. ഹെയർ വളരും, വരും, അതുപോലെ നിൽക്കും, കൊഴിയും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു ചക്രം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഡീടാങ്കിൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇല്ല അങ്ങനെ ചട വരില്ല, വരാറില്ല. കണ്ടോ, ഒന്നാമത്തേല് ഞാൻ പറഞ്ഞില്ലേ ആ എഗ്ഗിന്റെ പാക്ക് ഇട്ടപ്പോൾ നല്ല ഷൈനിയാണ് ഹെയർ. എഗ് പാക്ക് നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നല്ലതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കിൻ്റെ ആണ് കേട്ടോ. ഐക്കോണിക്കിൻ്റെ പ്രൊഫഷണൽ പ്രോ ടൈറ്റാനിയം ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയണിങ് മെഷീനാണ്. ഇതിലിങ്ങനെ 1 2 3 4 5 6 ടെമ്പറേച്ചറാണുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്കിത് ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം ഞാൻ ഒരു 210 ഇടാറ്. ഹൈ ഹീറ്റിനെക്കാട്ടും 230 ഡിഗ്രിയാണ് ഏറ്റവും ഹൈ വരുന്നത്. അതിന് തൊട്ട് താഴെയാണ് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. വേഗം ചെയ്ത് കഴിയും. ഒരുപാട് വട്ടം ഇങ്ങനെ വലിക്കണ്ട, 1 2 വട്ടം ചെയ്താൽ മതി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത് അയണിങ് മെഷീൻ വേണം. പിന്നെ ഇങ്ങനെ ഒരു ചീർപ്പ് വേണം. ഇങ്ങനത്തെ ഒന്നുമില്ല, പല്ല അടുത്തിട്ടുള്ള ഒരു ചീർപ്പ് വേണം കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേശ്ശെ ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുന്ന ഭാഗമാണ് അധികം ചെയ്യാറുള്ളൂ. അല്ലാത്ത ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല, ഭംഗിയിൽ നിന്ന് കിടന്നോളൂല്ലോ. അധികം ഹെയറിൽ നിന്ന് പോവാത്ത കാരണം അധികമായിട്ടും കാണുന്ന ഭാഗത്താണ് ചെയ്യാറ്. അപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക. പതുക്കനെ നമ്മുടെ ഈ ചീർപ്പുണ്ടല്ലോ അത് വലിക്കണേനൊപ്പത്തിന് പതുക്കനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം ഹെയറിൽ നിന്ന് പുക വരുന്നുണ്ടോ? പുക വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഹെയർ പാക്ക് ഇട്ട കാരണം അതിന് വേണമെങ്കിലേ എക്കിൻ്റെയോ എന്തെങ്കിലും ഗ്രാനൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെയറിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ പേടിക്കൊന്നും വേണ്ട, കത്തി പോകുന്നില്ല മുടി കേട്ടോ. ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. ഞാൻ ക്ലിപ്പൊന്നും ഇടാറില്ല അവിടെ ചെയ്യണ ടൈമിൽ. ഇങ്ങനെ നോർമലി സിമ്പിളായിട്ടാണ് ചെയ്യാറ്. പുകയും കാര്യങ്ങളൊന്നും വരാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ തലയിലുണ്ടാവും, അതായിരിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുക വരിക. കണ്ടോ, ഇതേപോലെ തന്നെ 2 ദിവസം 3 ദിവസമൊക്കെ വരുള്ളൂ. പിന്നെ ഈ അയണിങ് മെഷീൻ സ്ട്രൈറ്റ്നർ അടിപൊളിയാണ് കേട്ടോ. മറ്റേ എൻ്റെ മുന്നൊരു ഫിലിപ്സിൻ്റെ ഉണ്ടായിരുന്നു, അത് നല്ലതാണ്. പക്ഷെ അതിനെക്കാട്ടൊക്കെ കൂടുതൽ വെച്ചാൽ കൂടുതൽ സമയം അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ നേരം ഇത് വെച്ച് അയൺ ചെയ്യുകയാണെങ്കിൽ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ അതായത് ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഹെയർ അയൺ ചെയ്യണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വേഗം തന്നെ നമുക്ക് പണി കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി ചെയ്യുന്ന ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിടാറ്. കാരണം ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി.
നമ്മളെ ഫോട്ടോ ഫേസിങ് ഷൂട്ടൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഔട്ട്രോ എൻ്റെ കയ്യിൽ നിന്ന് എന്നും പറയും മിക്ക വീഡിയോസിൽ മിസ്സാവുന്നതാണ്, ഇതും മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ശബ്ദം പോയി. പിന്നെ എന്താ പറയുക, ഇതിന് ശേഷം നമ്മൾ കുറച്ച് സിറം അപ്ലൈ ചെയ്യാം കേട്ടോ. സിറം ഏതെങ്കിലും ഒരു സ്ട്രീക്സിൻ്റെ സിറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. സിറം അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയറിൽ അതൊരു സിലിക്കോൺ കോട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അതൊരു ബേസായിട്ട് അങ്ങനെ കിടന്നോളും. അതുകൊണ്ട് തന്നെ സ്വെറ്റ് ആകുമ്പോൾ പെട്ടെന്നൊന്നും വെള്ളമൊക്കെ ആകുമ്പോഴൊന്നും ഈ അയണിങ്ങിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ഹെയറിൽ നിന്ന് പോവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കമൻറ്റാണോ പറയാൻ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നീട് നിങ്ങൾ കാണുന്ന ഈ ഷോകളെല്ലാം പിന്നെ എന്താ പറയുക, തംബ്നെയിലുള്ള ഫോട്ടോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. അപ്പോൾ എന്തെങ്കിലും ഒരു സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.